ഹലോ ഗൈസ്, എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ കേട്ടോ. അപ്പൊ തിരുവോണ സദ്യക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു നല്ലൊരു മോരുകറിയാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ്, അതുപോലെ വളരെ സ്വാദിഷ്ടമായൊരു സദ്യ സ്റ്റൈല് മോരുകറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ അതുപോലെ തന്നെ തിരുവോണ ദിനാശംസകൾ. എല്ലാവർക്കും നല്ല സംതൃപ്തിയുള്ള നല്ല ഒരു തിരുവോണം ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. ചിലയിടത്തൊക്കെ മോരുകറി എന്നും പറയും, ചിലയിടത്ത് പുളിശ്ശേരി എന്നാട്ടോ ഇത് പറയുക. അപ്പൊ പുളിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം കുമ്പളങ്ങ ഒന്ന് കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്താണ് കേട്ടോ. ക്യൂബിന്റെ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ഒരു 5-6 പച്ചമുളകാണ് ഒന്ന് അരിഞ്ഞ് കൊടുത്തത്. അതും കൂടി ചേർത്തിട്ടിട്ട് ആവശ്യത്തിന് ഒരു കപ്പ് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 to 7 മിനിറ്റിനുള്ളിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് മതിയാവും കേട്ടോ. നിങ്ങൾ എടുക്കുന്ന കുമ്പളങ്ങയുടെ അളവിനനുസരിച്ച് വേണം ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. അതും കൂടി ചേർത്ത് ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 to 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു കറി നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം ഇത് എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇത് എൻ്റെന്ന് മാത്രമല്ല, കഴിച്ചവരുടെ എല്ലാ ഫേവറേറ്റ് കറിയാണേ. ഇനി നിങ്ങളുടെ കയ്യിൽ കുമ്പളങ്ങ ഇല്ലെങ്കിൽ കായോ അല്ലെങ്കിൽ ചേനയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. പലതരത്തിലുള്ള പുളിശ്ശേരികളുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങയിലേക്ക് ഒരു 5 to 7 കഷ്ണം വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ടിട്ട് പിന്നെ ഒരു 5-6 ചുവന്നുള്ളി കഷ്ണം കൂടി ചേർത്തിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണേ. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഉപയോഗിക്കാം. അതും കൂടി ചേർത്ത് ഒഴിച്ചാണ് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു അരപ്പ് വെള്ള കളറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു വെള്ളമയം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മഞ്ഞ കളർ കറിയാണ് കേട്ടോ ഇത്. ഈ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കളറിലും കൂടി ഉണ്ടല്ലോ നമ്മളൊന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാലാണ് നമുക്കൊന്ന് കഴിക്കാൻ തോന്നുന്നത്. കാണുമ്പോൾ തന്നെ ഒരു ഭംഗി വേണം കറിക്ക്. അതിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഈ ഒരു കൂട്ടിലിട്ട് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോഴാണ് ഒരു പാത്രത്തിലേക്ക് വിളമ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാലോ കറി, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കണേ. കാണാൻ നല്ലൊരു അഴക് വേണം കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളും ഇങ്ങനെ മോരുകറി വെക്കുമ്പോൾ ഈ അരപ്പിൽ വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ. മറ്റേ കൂട്ടിൽ നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു 1/4 ടീസ്പൂൺ. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കണം. കുറച്ച് മൂത്ത് പോയിട്ടുള്ള കുമ്പളങ്ങയൊക്കെയാണ് ഇതിന് നല്ല ടേസ്റ്റ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ പച്ച തേങ്ങ വേണം ഇതിന് അരപ്പായിട്ട് ഉപയോഗിക്കാൻ. കുറച്ച് മൂത്ത തേങ്ങയാണെങ്കിൽ കടി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ എളുവായിട്ടുള്ള തേങ്ങയാണ് ഞാൻ ഈ അരപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് ചേർക്കുകയും വേണം. അപ്പം തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കൈകൊണ്ട് ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് മയം വന്നിട്ടുണ്ടോ എന്നൊന്ന് പിടിച്ച് നോക്കുന്നതാണ് കേട്ടോ ഞാൻ. അല്ലെങ്കിൽ നന്നായിട്ട് ഒന്നുകൂടെ അരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ കൊടുത്തിരിക്കുന്ന തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഈ ഒരു കറിയിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മൂടി വെക്കാണ്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുവാണേ ഞാനിവിടെ. അപ്പോൾ ഈ തേങ്ങയരപ്പ് നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് കൂടി യോജിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് കൂടി ചേർത്തിട്ട്. അതുപോലെ നല്ല പച്ച തേങ്ങ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അരഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ഇത്തിരി മൂത്ത തേങ്ങയൊക്കെയാണെങ്കിൽ കടി കിട്ടും. അതുപോലെ തന്നെ ഒന്ന് വേറിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പച്ച തേങ്ങ മാക്സിമം നിങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ കറിയിലേക്ക് നമ്മൾ ഒരുപാട് മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വറ്റൽമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എണ്ണം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇതൊരു മഞ്ഞ കളർ കറിയായിട്ട് തന്നെ ഇരിക്കണതാണ് കാണാനും
ഭംഗി, അതുപോലെ കഴിക്കാനും ഭംഗി കേട്ടോ. കറിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കളറിലാണ് കറിയൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ചോറ് ഒത്തിരി ഒരു കഴിക്കാനൊക്കെ തോന്നുക. സത്യം പറഞ്ഞാൽ കാഴ്ചയ്ക്കാണ് ഒരു ഭംഗി വേണ്ടത്. അപ്പം തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. ഒരു 5 മിനിറ്റ് മതിയോ, അതിൽ കൂടുതൽ വേണ്ട. തേങ്ങ അങ്ങ് തിളച്ച് പതഞ്ഞ് പോരുത്, കാരണം തേങ്ങ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. കുമ്പളങ്ങയല്ലേ ഇട്ടിട്ടുള്ളത്, അപ്പോൾ തേങ്ങ വേറിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ഒരു 5 to 7 മിനിറ്റ് വരെ നമുക്കൊന്ന് ഓഫ് ചെയ്തിടണം. അതിന് ശേഷം വേണം ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. എൻ്റെ കയ്യിൽ ഇത്തിരി കട്ട തൈരായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത് മിക്സിയിലിട്ട്. അതും കൂടി ചേർത്ത് കൊടുക്കണം. ചൂടോട് തന്നെ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കരുത്, കാരണം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ചട്ടിയുടെ ചൂടിൽ കിടന്ന് വെന്താൽ മതി തൈര്, അതിൽ കൂടുതൽ വേവൊന്നും വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ തീ ഇടുകയൊന്നും ചെയ്യത്തില്ല. ഇപ്പം തീ ഓഫിലാണ് കിടക്കുന്നത് കേട്ടോ. ചട്ടിയിലുള്ള ചൂട് മാത്രം മതി ഇതിന്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറവിടണം, വേറെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ചെക്ക് ചെയ്യാൻ. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് നമുക്ക് പാകമാണോ എന്ന് നോക്കണം കേട്ടോ. തൈര് ഒഴിച്ചതിന് ശേഷം ഞാനൊരു 5-6 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും കേട്ടോ. ഒന്ന് ആ ചെറു ചൂടൊന്ന് കിട്ടണം തൈരിൽ, അല്ലെങ്കിൽ കേടായി പോകും. അപ്പോൾ ഞാൻ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ കടുക് വറുത്തിടുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നല്ല കയ്യിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വട്ടം കറക്കി ഒന്ന് കൊടുക്കണം കേട്ടോ. ആ ഒരു ചൂടെല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്, മുകളിലും താഴെ എല്ലാം എത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു 5-6 മിനിറ്റ് ഒന്ന് വട്ടം കറക്കി ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അതല്ലാണ്ട് തൈരിട്ട് ഞാൻ അങ്ങ് തിളപ്പിക്കുകയോ അല്ലെങ്കിൽ ചൂടാക്കുകയോ ചെയ്യാറില്ല. തൈരും തേങ്ങയൊക്കെ വേറെയായി പോവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാകം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു അലവുമിന് ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വേറൊരു കറി ഉണ്ടാക്കിയിട്ടുള്ള ചട്ടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ താളിച്ചിട്ടാണ്, അതേ ചട്ടി തന്നെ ഇതിനും താളിച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ അലോമി ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇനി കടുകിടാം. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ടാൽ മതി കേട്ടോ. അതിനകത്തേക്ക് ഇനി ഉലുവ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് ഉലുവ ചേർക്കേണ്ട, കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടിക്കിട്ടണം. അതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഒരുപാട് എനിക്ക് വേണ്ട എരിവ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതൊന്ന് മുരിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 5-6 ചുവന്നുള്ളി മതി, ഒരുപാടായിട്ട് വേണ്ട. അതും ഇനി ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെളിച്ചെണ്ണ കിടന്നൊന്ന് മുരിഞ്ഞ് കിട്ടണ വരെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച്. ഒരു കറിയിൽ മറക്കാണ്ട് ചേർക്കേണ്ട സാധനമാണ് ഉലുവ കേട്ടോ. ഉലുവ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ്, കാരണം ആദ്യം തന്നെ നമ്മൾ ജീരകം ചേർത്ത് കൊടുത്താൽ ജീരകം പിടിച്ച് പോകും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ടൈമിൽ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടാറാകുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഒരു തുണ്ട് ജീരകം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചതിന് ശേഷം വേണം നമ്മൾ കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാനേ. അപ്പം നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കറിയിൽ നിൽക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇനിയിപ്പോൾ പച്ചക്കറി കറികളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും കറികളൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പം ചിങ്ങമാസം ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് നോൺ വെജ് ഒന്നും കഴിക്കാത്തത്. അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത് കേട്ടോ. ചിങ്ങമാസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജൊക്കെ ഒന്ന് ഉഷാറാക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറിയിലോട്ട് താളിച്ച് ഒഴിക്കുവാണ് കേട്ടോ. നല്ല ചൂടോടെ തന്നെയാണ് നമ്മൾ താളിച്ച് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഈ കറി ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം 2 ദിവസമൊക്കെ കഴിഞ്ഞാണ് കേട്ടോ നല്ല ടേസ്റ്റ് വരിക, അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ലൊരു രുചി വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു താളിപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ മണമൊക്കെ നന്നായിട്ട് അതിനകത്തോട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ. ഈ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ മാക്സിമം ചട്ടിക്കലത്തിൽ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. ചട്ടിപ്പാത്രം മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു മണവും രുചിയും അതുപോലെ കുറച്ച് ദിവസം കൂടി നിൽക്കാൻ ഇടയുണ്ട് കേട്ടോ. സ്റ്റീലിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കുവാണ് കേട്ടോ. ഐഷു ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. ഐഷുവിൻ്റെ ശബ്ദമാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ മോരുകറിയുടെ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു മോരുകറിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം എന്നോട് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നവരെ ബൈ.